Your body is the temple of the living God. പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. ദൈവത്തിൻ്റെ മന്ദിരം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഓർക്കും പള്ളി ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ സഭായോഗങ്ങൾ കൂടുന്നിടം ആ സ്ഥലം വേർതിരിച്ചാണ് നമ്മളത് ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന് പറയും. ഇവിടെ അതിൽ നിന്നൊക്കെ വിഭിന്നമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയുന്നത് നമ്മളുടെ ശരീരമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരം. ഉൽപ്പത്തിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആദത്തിനെയാണ് ആദ്യമേ സൃഷ്ടിച്ചത്, മണ്ണുകൊണ്ട്. പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം കാണാനുള്ള ഒരു സത്യമാണ്, യേശുക്രിസ്തു ഇങ്ങനെ കൈകൊണ്ട് എന്തോ ഇങ്ങനെ മെനഞ്ഞുകൊണ്ടിരിക്കും. പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണത് ചെയ്യുന്നതെന്ന്. അത് ദൈവം മണ്ണിൽ നിന്നും മെനഞ്ഞെടുത്തതാണ് മനുഷ്യൻ. അത് ദൈവത്തിനൊരു വലിയ മനോഹര വസ്തുവാണ്, അത് ആലയമാണ്. അതെത്രയോ കെയർഫുള്ളായിട്ട് 139 പറയുന്നുണ്ട്, ഹൗ വണ്ടർഫുള്ളി ആൻഡ് ഫിയർഫുള്ളി ഇറ്റ്സ് മെയ്ഡ്. നമ്മൾ ഇങ്ങനെ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ മെനയുന്ന കാണുമ്പോൾ ഞാൻ കർത്താവിനോട് ചോദിക്കും അതെന്താ. പലപ്പോഴും നമ്മളുടെ ചിന്തകളിൽ വേണ്ടാത്ത ചിന്തകൾ വന്ന് എല്ലാം കൂടിയിരിക്കുന്ന കർത്താവ് എടുത്ത് കളഞ്ഞേച്ച് നല്ല ചിന്തകൾ മെനഞ്ഞിട്ട് തരും. അപ്പോൾ അതിലൊന്നാണ് ഇപ്പം ഞാൻ പറയുന്നത്, നല്ല ചിന്തയാണ്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയം ആണ്. കർത്താവിന് നമ്മളെക്കുറിച്ച് എത്രയോ വലിയ സ്നേഹമുണ്ടായിട്ടാണ് ഈ മൺപാത്രമാകുന്ന നമ്മളിൽ അവൻ വന്ന് വസിക്കുന്നത്. വാക്യമെടുക്കുകയാണ്, 1 കൊരിന്ത്യർ 6:19-20 വരെയുള്ള വാക്യം. Your body is the temple of the Holy Spirit, who is in you, whom you have received from God. You are not your own, you are bought at a price. Therefore, honor God with your body. മലയാളം, ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ 3:14. ഇതിപ്പോൾ 1 കൊരിന്ത്യർ 6:19 തൊട്ടുള്ള വാക്യമാണ് ഞാൻ വായിച്ചത്. എന്നാൽ 1 കൊരിന്ത്യർ 3:16 പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും, ഒരേപോലത്തെയാണ് വീണ്ടും വരുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ദൈവാത്മാവാണ് വസിക്കുന്നതെന്ന് അറിയുന്നില്ല എങ്കിൽ നമുക്കെവിടെയോ തെറ്റുപറ്റുന്നുണ്ട്. നമ്മുടെ വില നമ്മൾ അറിയണം. ഈ റോമൻസ് 12 അതുപോലെ റോമൻസ് 12 1, 2 മനസ്സ് പുതുക്കണം ദിനം പ്രതി. ഇത് ഒരേ വാക്യങ്ങളായിരിക്കും പല വ്യക്തികളിൽ നിന്ന് TV കൂടെ നമ്മൾ കേൾക്കുന്നത്. പക്ഷെ കർത്താവ് പറയുകയാണ്, ആരെന്ത് പറഞ്ഞാലും ചിലർ പറയുന്നതേ ചിലർക്ക് കൊള്ളത്തുള്ളൂ. ആത്മാവ് തൊടുകയാണ്. അപ്പോൾ റോമൻസ് 12 1-2 വാക്യങ്ങളിൽ പറയുന്നത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അതിന് മനസ്സ് പുതുക്കി, എന്നും നമ്മുടെ മനസ്സ് പുതുക്കി ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി നമ്മൾ ആക്കിയെടുക്കണം. ഈ ദൈവത്തിൻ്റെ വാക്യങ്ങളിൽ മൺപാത്രമാകുന്ന നമ്മൾ 2 കൊരിന്ത്യർ 4:7 തോന്നുന്നു പറയുന്നുണ്ട്, ഈ മൺപാത്രമാകുന്ന നമ്മൾ ഈ അത്യന്ത മഹാശക്തി ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന്. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ഞാൻ ചോദിക്കുകയാണ്, ഇത്ര വലിയ മഹാശക്തി ഈ മൺപാത്രമാകുന്ന എന്നിലും നിങ്ങളിലും നിക്ഷേപിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അങ്ങനെ ആ ശക്തി അറിഞ്ഞാണോ ജീവിക്കുന്നത്? അതോ എന്തൊരു ജീവിതം, എങ്ങനെയും ജീവിതം കഴിഞ്ഞു പോകണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ അടുത്തിടെ ഒരാളെ കാണാൻ പോയി. 60-70 വയസ്സായപ്പോഴത്തേക്കാണ്, എന്ത് വേണം ഇങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നത്, എന്താ ഉദ്ദേശം? ഒരു ഉദ്ദേശമില്ല. എപ്പോഴാ ദൈവം വിളിക്കുന്നതെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുക. ദൈവം ഉണ്ടോ എന്ന് പോലും ഉറപ്പില്ലാത്ത ഒരു ജീവിതമാണ്. അത് വളരെ സങ്കടകരമാണ്. കാരണം ഇവിടെ വ്യക്തമായിട്ടും ദൈവാത്മാവ് പറയുന്നു, നമ്മളുടെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഇത് മനോഹരമായ ഒരു മന്ദിരമാണ്. ഈ മന്ദിരത്തെ ആരെങ്കിലും, കാരണം ഇതിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാ ദൈവത്തിൻ്റെ ആത്മാവാകയാൽ ഈ മന്ദിരത്തെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ ഞാൻ അവനെ നശിപ്പിക്കുമെന്ന്
അത്ര വ്യക്തമായിട്ടാണ് ദൈവം പറയുന്നത്. അപ്പോൾ ഈ കണ്ണിൻ്റെ, അതാണ് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്, ദൈവം നമ്മളെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയാണ്. അവൻ്റെ വലത് കൈയിൽ നമ്മളെ വരച്ചിരിക്കുകയാണ്. ഈ വലത് കൈയിൽ വരച്ചിരിക്കുന്നത് ഒന്ന് തൊടണമെങ്കിൽ, നമ്മളൊന്ന് തൊടണമെങ്കിൽ ദൈവത്തിൻ്റെ പെർമിഷൻ വേണം. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ ഉണ്ട് എന്നുള്ള മർമ്മം ഞാൻ മനസ്സിലാക്കിയാൽ എന്നെ തന്നെ എത്ര വലുതായിട്ട് അല്ലെങ്കിൽ എത്രയോ വിലയുള്ളതായിട്ട് നമ്മൾ കാണും. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്നുള്ള ബോധ്യമുണ്ടാകണം. അങ്ങനെയെങ്കിൽ ആ ബോധ്യം വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്നുള്ളതാണ് ഈ 6-ാം അധ്യായം, 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് മനുഷ്യൻ്റെ ശരീരത്തെ ദൈവം തന്നിരിക്കുന്നതിനെ മിസ്യൂസ് ചെയ്യുക, ദൈവഹിതപ്രകാരമല്ലാതെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയുള്ളതാണ് എന്ന് തോന്നുന്നു ഇന്നിത് പറയിപ്പിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ന്റെ നേരത്തെ ഉള്ള ഭാഗങ്ങൾ വായിക്കുന്നുള്ള 6-ന്റെ 13 തൊട്ടുള്ള പകുതി തൊട്ട് ഞാൻ വായിക്കുകയാണ്. ശരീരമോ ദുർനടപ്പിനല്ല, കർത്താവിനത്രേ. കർത്താവ് ശരീരത്തിനും, എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തൻ്റെ ശക്തിയാൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ ആകുന്നു എന്ന് അറിയുന്നില്ലയോ? ക്രിസ്തുവിൻ്റെ അവയവങ്ങളെ ഞാൻ എടുത്ത് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ചോദ്യമാണ്. ഒരു നാളും അരുത്. വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അറിയാമല്ലോ. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവേ ആകുന്നു. ദുർനടപ്പെ വിട്ട് ഓടുവി. മനുഷ്യർ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിന് മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. വ്യക്തമായിട്ട് എത്ര മനോഹരമായിട്ട് ദൈവം പറയുന്നത്. നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണമെന്ന്. നമ്മുടെ ശരീരം ദൈവത്തിൻ്റെതാണെന്നുള്ള ബോധം എല്ലാ ദിവസവും എല്ലാ സമയവും നമ്മളെ ഓർപ്പിക്കണം. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, സൗദി അറേബ്യ വെച്ച് വചനം ഇതേപോലെ അനേകരെ വചനം പഠിപ്പിക്കും. സ്ത്രീകൾക്ക് എങ്ങും പോകാൻ വയ്യാത്തതുകൊണ്ട് എൻ്റെ അടുക്കൽ എല്ലാവരും വരുമായിരുന്നു. കാരണം വളരെ സേഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ദൈവം ഒരു സാഹചര്യം അവിടെ തന്നിരുന്നു. മിക്ക ഭർത്താക്കന്മാർക്കും അവരുടെ ഭാര്യമാരെ ഞാൻ താമസിക്കുന്നിടത്ത് രാവിലെ ജോലിക്ക് പോകുമ്പം വന്ന് ഇറക്കി വെച്ച് പോകും. ആ കോമ്പൗണ്ടിനകത്ത് മുത്തവായ ദുഷ്ടന്മാരോ കയറത്തില്ല. അതുകൊണ്ട് അവർ ഞങ്ങൾ രാവിലെ തൊട്ട് മണി 1-1:30 വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാലയളവാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്തോഷിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണിതെന്നുള്ളത് കാണുമ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു സത്യമാണ്. ആദ്യമേ ഈ സ്ത്രീകൾ വരുന്ന വളരെ കഷ്ടത്തിലും ഭാരത്തിലുമാണ്. പല സ്ത്രീകളും പ്രാർത്ഥനയ്ക്ക് ആദ്യം വരുമ്പോൾ അവർ മുഖം നൂർത്തു പോലും വെച്ച് പ്രാർത്ഥിക്കത്തില്ല. കാരണം തലയിൽ തുണി ഇട്ടിട്ട് ആരും എന്നെ കാണരുതേ എന്നുള്ള ഉദ്ദേശത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന ഞാൻ കാണാറുണ്ട്. ആ സമയങ്ങളിലെല്ലാം ഞാൻ വചനം പറയുകയുള്ളൂ. കുറേ കഴിയുമ്പോൾ അവരുടെ മുഖത്തെ ആ മൂടുപടം മാറിയിട്ട് അവർ ദൈവ തേജസ് ഉള്ളവരായിട്ട് മുഖം കാണത്തക്ക വിധത്തിലിരുന്നും കടന്നു വരുമ്പോൾ ഭയം മാറിയിട്ട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ കടന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്താണ്? അവർക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു വിലയുണ്ടായി. ഞാൻ എൻ്റെ ദൈവത്തിന് വിലയുള്ളതാണ് എന്നുള്ള ബോധം എനിക്ക് വന്നില്ല എങ്കിൽ നമുക്ക് നമ്മളെ തന്നെ വിലയുള്ളതായിട്ട് തോന്നത്തില്ല. അപ്പോൾ ഞാൻ വിലയുള്ളതാണെന്ന് എനിക്ക് തോന്നിയാൽ എൻ്റെ ശരീരത്തെ വൃത്തിയായിട്ടും മനോഹരമായിട്ടും കൊണ്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് ദൈവാത്മാവാണ്. ഇങ്ങനെ ആഴ്ചതോറും വചനങ്ങൾ പഠിപ്പിച്ചു കഴിയുമ്പം വെള്ളിയാഴ്ചയാണ് ഞങ്ങൾക്ക് അവിടെ അവധിയുള്ള ദിവസം. വ്യാഴാഴ്ച ദിവസമാകുമ്പോഴത്തേക്ക് എനിക്ക് വല്ലാതെ ക്ഷീണം തോന്നാറുണ്ട്. വചനം പഠിപ്പിച്ചും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തു കഴിയുമ്പം വ്യാഴാഴ്ചയാകുമ്പോൾ ഞാൻ പലപ്പോഴും കട്ടിലെന്ന് എഴുന്നേൽക്കാൻ മടി പറഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ കിടന്ന ഒരു സമയത്ത് ദൈവാത്മാവ് എന്നോട് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, നീ അങ്ങനെ കിടക്കുന്ന എന്തിനാ? എഴുന്നേൽക്ക്. ഉരുണ്ടാണെങ്കിലും കട്ടിലിൻ്റെ സൈഡിൽ വന്ന് നിന്നിട്ട് നിൻ്റെ കാലുകൊണ്ട് തന്നെ നിൻ്റെ ശരീരത്തിനെ ഉപദ്രവിക്കുന്ന ശത്രുവിനെ ചവിട്ടി മാറ്റുക എന്ന് പറഞ്ഞു.
ദൈവശബ്ദമാണ് എന്നെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായതിനാൽ ഞാൻ കട്ടിലിൻ്റെ സൈഡിൽ വന്ന് മുട്ടുകുത്തിയേച്ച് മുട്ടുകുത്തുകയല്ല, ഞാൻ കാലുറപ്പിച്ച് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കമന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയേച്ച് കാലുകൊണ്ട് തന്നെ ശത്രുവിനെ ചവിട്ടി മാറ്റുന്നതായിട്ട് ദൈവം എനിക്ക് അനുഭവം തന്നു. അന്നോടുകൂടി ഈ വ്യാഴാഴ്ച വരുന്ന ഈ വലിയ ക്ഷീണം എൻ്റെ ദേഹത്ത് നിന്ന് മാറിപ്പോയി. ഞാനീ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, പലർക്കും രോഗം വന്ന് ഭാരങ്ങൾ കൊണ്ട്, ഡയബറ്റീസ് ഉണ്ട്, ഷുഗറുണ്ട്, പിന്നെ പ്രഷറുണ്ട്, പിന്നെ ക്യാൻസറുണ്ട്, എന്തെല്ലാം രോഗമാണ്. രോഗങ്ങളുടെ നമ്പർ കൂടിക്കൂടിയിരിക്കുക. നമ്മൾ തന്നെത്താനെ നമ്മുടെ ശരീരം, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ശരീരത്തിൽ ഈ ശരീരത്തിനെ ഉപദ്രവിക്കാൻ ഏതെങ്കിലും അസുഖമോ ഏതെങ്കിലും രോഗമോ കടന്നു വരുന്നു എങ്കിൽ ദൈവം ഇന്ന് പറയുന്നു, ഞാൻ ആ ദുഷ്ടശക്തിയെ ഞാൻ നശിപ്പിക്കും. പക്ഷെ നമുക്കറിയണം എൻ്റെ ശരീരം വിലയുള്ളതാണെന്ന്. ഒരു ടെൻഷൻ വരുന്നുണ്ട്. നമ്മൾ ദൈവസന്നിധി ചെന്നിട്ട് പറയുകയാണ്, കർത്താവേ എൻ്റെ ശരീരത്തിന് ഇത് വഹിക്കാൻ സാധിക്കുന്നില്ല. ഉടനെ തന്നെ ദൈവം പറയും, എനിക്ക് ട്രാൻസ്ഫർ ചെയ്തതാ, എൻ്റെ കയ്യിലേക്ക് ഇട്ടതാ. ഞാൻ കുരിശിലെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കിലേക്ക് വരിക, ഞാൻ നിങ്ങളുടെ ഭാരങ്ങളെ ചുമക്കാം. ഇത് ഈ ശരീരം സൃഷ്ടിച്ച ദൈവം പറയുന്നു, ഇതിന്മേൽ ഭാരമോ രോഗമോ വഹിക്കാൻ സൃഷ്ടിച്ചതല്ല എന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അസുഖം വരുന്നത്? പലപ്പോഴും നമ്മുടെ ജീവിതശൈലി, 2 ഭക്ഷണ രീതി, പിന്നെ നമ്മൾ വിശ്രമം എടുക്കുന്നില്ല. പ്രധാനമായിട്ട് നമ്മുടെ ഭാരങ്ങളും ആവലാതികളും വരുമ്പോൾ അത് ദൈവത്തിൻ്റെ കാൽവറി ക്രൂശിൻ്റെ ചുവട്ടിലോട്ട് ഇറക്കി വെക്കാൻ നമുക്ക് അറിയത്തില്ല. അതിനാൽ സൃഷ്ടിച്ച ഈ ശരീരത്തിന്മേൽ ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് രോഗമായിട്ടും പ്രയാസമായിട്ടും ബാധയായിട്ടും പലതരത്തിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളുമായിട്ട് മാറുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പം അവനവൻ്റെ ശരീരത്തിനെ നിയന്ത്രിക്കേണ്ടത് ദൈവമാണോ അതോ അവനവനാണോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ അവനവൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാവാണ് വസിക്കുന്നത് എങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പഠിപ്പിച്ചതുപോലെ വിവേചനാത്മാവുണ്ടെങ്കിൽ ഈ ആത്മാവ് നമ്മളോട് പറയും, ഈ കാണുന്ന രോഗത്തെ നീ താലോലിക്കുകയാണ്, ഇത് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഈ ഭാരത്തെ നീ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല, ഈ വേദനയെ നിൻ്റെ ഉള്ളിലേക്ക് ആക്കേണ്ട ആവശ്യമില്ല, അത് വരുമ്പോഴേ അകത്തോട്ട് കയറ്റാതെ പുറത്തു മാറ്റേന്ന്. അങ്ങനെയൊന്ന് ചെയ്തു നോക്കിക്കേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് ഉള്ള ബോധമില്ലാത്തവരോട് ഞാൻ പറയുകയാണ്, ഏതൊരു വ്യക്തി യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടോ, വളരെ പ്രധാനമായിട്ടുള്ളൊരു പോയിൻ്റാണ് ഞാനീ പറയുന്നത്. ഏതൊരു വ്യക്തി ഹൃദയം കൊണ്ട് യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറഞ്ഞ് അവൻ എൻ്റെ പാപങ്ങൾക്കും എൻ്റെ രോഗങ്ങൾക്കും എൻ്റെ ശാപത്തിനും എൻ്റെ പ്രയാസത്തിനും അവൻ കാൽവറിയിൽ കയറി എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്ന നിമിഷത്തിൽ അവനത് ഏറ്റെടുക്കുകയാണ്. നമ്മൾ പുതു സൃഷ്ടിയാകുകയുമാണ്. എന്നും പുതുക്കുക എന്ന് റോമൻസ് 12:1-2 പറയുന്നതിൻ്റെ അർത്ഥം എന്തുവാ? നമ്മൾ മറന്നു പോകുന്നു. ഈ പറയുന്ന നമ്മളും വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് മാറി നിൽക്കും. എന്തെങ്കിലും ഒരു പ്രയാസം കേട്ടോ നമ്മൾ ഈ പറഞ്ഞതങ്ങ് മറന്നു പോകും. ഒരു പ്രയാസം പെട്ടെന്ന് വരട്ടെ, വചനം പഠിച്ചതെല്ലാം നമ്മുടെ തലേന്ന് മാറിയതുപോലെ ഓർക്കും. അങ്ങനെയുള്ള സമയത്ത് വേദപുസ്തകം തുറന്നെടുത്ത് വായിക്കണം. പുസ്തകം ഉണ്ടല്ലോ കയ്യിൽ, എടുത്ത് വായിച്ചിട്ട് സങ്കീർത്തനങ്ങൾ ദൈവം തരും. ചിലപ്പം പുതിയ നിയമമായിരിക്കും, ചിലപ്പം പഴയ നിയമമായിരിക്കും. കർത്താവ് ഓരോ സമയത്ത് തക്കത് നമ്മുടെ മുമ്പിൽ ഓർപ്പിച്ച് തരും. അതെടുത്ത് വായിച്ച് കഴിയുമ്പോൾ ചിലർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പുസ്തകം തുറന്നപ്പോൾ എനിക്കുള്ള ഉത്തരം അതിനകത്ത്. പലരും എന്നോട് പറയാറുണ്ട്, യെശയ്യാവിനകത്തു നിന്നുള്ള സാന്ത്വന വാക്കുകൾ, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ എന്തൊരു ബലമാണ്. ഈ അടുത്തിടെ തന്നെ ജീവിതത്തിലെ സ്ത്രീകളാകുന്ന നമ്മൾക്കറിയാം, നമ്മൾ ഒരിക്കലും തന്നെ ജീവിക്കാറില്ല. എപ്പോഴും നമ്മുടെ കൂടെ ഒന്നുകിൽ അപ്പനമ്മമാർ കാണും, അല്ലെ ഭർത്താവ് കാണും, അല്ലെ മക്കൾ കാണും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ കൊട്ടാരക്കര വന്നപ്പോൾ ഇവിടെ ആരുമില്ല, ഞാൻ തന്നെ, ജോലിക്കാർ പോലും പോയി. രാത്രിയിൽ അങ്ങനെ തന്നെ താമസിച്ച് പരിചയമില്ലാത്തവർ എനിക്ക് അല്പ പ്രയാസം തോന്നിയെങ്കിലും ഞാൻ പലരെ വിളിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെയാണ്, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നിമിഷത്തിൽ ഒരു കൂട്ടുകാർ തിരിച്ചു പറഞ്ഞത് എന്താണ്? ആ 91-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ദൈവദൂത ഗണങ്ങൾ ആൻറ്റിക്ക് ചുറ്റും ഗണമായിട്ടാണ് നിൽക്കുന്നത്. യാക്കോബിൻ്റെ ഗോവേണി അവിടെ വീട്ടിനകത്തുണ്ടല്ലോ, ദൈവദൂതന്മാർ കയറി ഇറങ്ങിയാണല്ലോ, പിന്നെ എന്തിനാ ഭയപ്പെടുന്നതെന്ന്. എനിക്കറിയാവുന്ന സത്യം തന്നെ അവർ വിളിച്ചു പറഞ്ഞത്. പക്ഷേ വേറൊരാളുടെ വാ കൊണ്ട് അത് പറഞ്ഞപ്പോൾ അതിന് ശക്തിയുണ്ട്.
വിശ്വാസം കേൾവി എന്ന് പറയാം, അതിന് ശക്തിയുണ്ട്. അങ്ങനെ രാത്രിയിൽ തന്നെ കിടക്കേണ്ട ഒരവസ്ഥയിൽ ഈ വചനം എൻ്റെ ഹൃദയത്തിനകത്ത്, ദൈവദൂത ഗണങ്ങൾ ഈ വീടിന് ചുറ്റും നിൽപ്പുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ഉണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ഗോവേണയും വെച്ച് തന്നിരിക്കുക, ദൂതഗണങ്ങൾ കയറി ഇറങ്ങി, എനിക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് അന്വേഷിച്ച്. എനിക്കുണ്ടായ സമാധാനം, എനിക്കുണ്ടായ സന്തോഷം. രാത്രി കാലത്ത് ഏകദേശം ഒരു 2:30 മണിയായപ്പം ഡോറിങ്ങനെ അടിക്കുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ഞാൻ അന്നേരം എഴുന്നേറ്റിട്ട് ഞാൻ ഉണർന്നേച്ച് ചോദിച്ചു, ഞാൻ ദൈവദൂതന്മാരെ നിർത്തിയിരിക്കുകയല്ലേ ഇതിന് ചുറ്റും, പിന്നെ എന്താണ് ആ ശബ്ദം? ഞാൻ അനങ്ങാൻ പോയില്ല. അവിടെ തന്നെ ഇരുന്നു. രണ്ടാമത് 4 മണിയായപ്പോൾ വീണ്ടും ഈ ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു കർത്താവിനോട്, അതെന്താ വീണ്ടും ആ ശബ്ദം ഡോറിങ്ങനെ തുറക്കുന്ന പോലെ, അടിച്ചടിച്ച് തുറക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നത്? ഞാൻ ഉടനെ മനസ്സുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന്, ഈ ദൂതഗണങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ ഏതായാലും ദൈവത്തിൻ്റെ ആത്മാവല്ലാതെ ആരും ഇവിടെ വരികയില്ല. അതിനാൽ ഇതെന്നെ വിളിച്ചുണർത്തി പ്രാർത്ഥിപ്പിക്കുക. അതുകൊണ്ട് ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എത്രയോ മനോഹരമായ ചിന്തയാണ്. എഴുന്നേറ്റിരുന്ന് ഈ പറയുന്ന വാക്യങ്ങളെല്ലാം അന്നേരം വായിച്ചതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിളിച്ചുണർത്തുമ്പം അത് ദുഷ്ടനാണ് വിളിച്ചത്, അത് പിശാചാണ്, അല്ലെ ശത്രുവാണെന്നൊന്നും പറഞ്ഞ് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ദൈവദൂത ഗണങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും നമ്മുടെ കുടുംബത്തിന് ചുറ്റും മക്കൾക്ക് ചുറ്റും നിൽക്കുന്നത് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് മറ്റുള്ളവരോടും കൂടെ പറഞ്ഞ് കൊടുക്കണം. 91-ാം സങ്കീർത്തനം ഒരു വ്യക്തിയോട് ദൈവം പറഞ്ഞു 6 മാസം എടുത്ത് വായിക്കാനെന്ന്. അതുമാത്രം, അത്രമാത്രം ശക്തി ആ സങ്കീർത്തനത്തിനകത്തുണ്ട്. അത്യുന്നതൻ്റെ മറവിലാണോ നീ വസിക്കുന്നത്? നീ വസിക്കുന്നത് ദൈവത്തിൻ്റെ ആലയത്തിനകത്താണെങ്കിൽ ഒരു ദുഷ്ടനും ഒരു ശത്രുവും നമ്മളെ തൊടുകയില്ല എന്നുള്ള പൂർണ്ണ ബോധം നമ്മുടെ ഉള്ളിലെ മനുഷ്യൻ മനസ്സിലാക്കിയാൽ പുറമെ എന്തെല്ലാം നടന്നാലും നമ്മൾ അനങ്ങുകയില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ എന്താ, ഞങ്ങളുടെ തന്നെ പട്ടി ഡോറെ വന്ന് അടിച്ച് കിടക്കുന്നതാണ് ആ ശബ്ദമുണ്ടായത്. അവിടെ എങ്ങും ഒന്നും പേടിപ്പിക്കാൻ രാത്രി വന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ദൈവത്തിൻ്റെ ആലയമാണ് നമ്മുടെ ശരീരം. അപ്പം ദൈവത്തിൻ്റെ ആലയമാണ് എങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപകളും ഫലങ്ങളും നമ്മളിൽ കൂടെ ഒഴുകണം. ദൈവമാ വസിക്കുന്നതെങ്കിൽ ദൈവ സ്വഭാവം പുറത്തോട്ട് വരണമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഫലമാണ്, പരിശുദ്ധാത്മാവാണ് നമ്മളിൽ കൂടെ പ്രവർത്തിക്കുന്നത് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും നല്ലതായിരിക്കും. അതായത് ഇറ്റ് ഈസ് ഗുഡ്, ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ്, it is difficult to ignite, and it is easy to stifle. It is self-giving, it is liberating, it is uplifting, it is holy, and it gives abundant life. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് എങ്കിൽ എത്രയെത്ര നന്മകളാണ് പറയുന്നത്. മലയാളത്തിൽ എന്താണ് പറയുന്നത്? ഏറ്റവും നല്ലതേ നമ്മൾ ചെയ്യൂ, പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. എന്നാൽ തീ കത്തിക്കാൻ അല്പം പാടാണ്, കത്തിയാൽ വേഗം കെട്ടും പോകും. അത് തീ കത്തിക്കാൻ പാടുള്ളതാണ്. അതിനൊരു എക്സാമ്പിൾ ഇവിടെ ഈ ഉൽപ്പത്തി 4:6-7 വരെയുള്ള വാക്യത്തിൽ ഈ കയീനും ഹാബേലും യാഗം കൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ട്. എന്നാൽ കയീൻ്റെ യാഗത്തിന്മേൽ ദൈവത്തിന് പ്രസാദം തോന്നിയില്ല. ഹാബേലിൻ്റെ അത് ഇഷ്ടം തോന്നിയപ്പോൾ അത് വളരെ പ്രയത്നിച്ചാണ് രണ്ടുപേരും ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഇഗ്നൈറ്റ്, കത്തിക്കാൻ പാടുണ്ട്, എന്നാൽ എളുപ്പം അത് കെട്ടും പോകും. നല്ല കാര്യത്തോടെ കയീൻ കൊണ്ടുവന്ന് യാഗപീഠത്തിന്മേൽ തൻ്റെ കൃഷി വസ്തു കൊണ്ട് വെച്ചു. എന്നാൽ ഹാബേല് ഏറ്റവും പുഷ്ടിയായിട്ടുള്ള ആട്ടിൻകുട്ടിയെ കൊണ്ട് കൊടുത്തു. ദൈവത്തിന് ഹാബേലിൻ്റെ ഹൃദയം അറിയാവുന്നതുകൊണ്ട് ഹാബേലിൻ്റെ ബലിയിൽ സന്തോഷമുണ്ടായി. ഇത് കണ്ടപ്പോൾ അസൂയാണ്. ഇത് കണ്ടപ്പോൾ കയീന് കോപമുണ്ടായി, അവൻ്റെ മുഖം വാടി. പലരും ഓർക്കേണ്ട ഒരു സത്യം ഇതാണ്, നമ്മളുടെ മുഖം എപ്പോഴാണ് വാടുന്നത്? നമ്മുടെ മുഖം എന്തുകൊണ്ട് കോപമായി മാറുന്നു? നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവിന് യോജിച്ചതായ പ്രവർത്തനം ചെയ്യാത്തപ്പോൾ, ആരെങ്കിലും ദൈവാത്മാവിനെ അനുസരിച്ച് നന്മ ചെയ്യുമ്പോൾ, അവർക്ക് അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് അവരോട് കുശുമ്പ് തോന്നുന്നു, നമുക്ക് അവരോട് ദേഷ്യം തോന്നുന്നു. അതുകൊണ്ടാണ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഇഗ്നൈറ്റ്, കത്തിക്കാൻ പ്രയാസം, എന്നാൽ കത്തിച്ചത് കെടാൻ എളുപ്പവുമാണ്. എത്ര പെട്ടെന്നാണ് കയ്യിൻ്റെ മുഖം മാറിയത്. അതുപോലെയല്ലേ നമ്മളും പള്ളിയിൽ അങ്ങോട്ട് പോയി അല്ലെ സഭായോഗത്തിൽ പോയിട്ട് മണിക്കൂറുകളും പ്രാർത്ഥിച്ചു കഴിയുമ്പം നമ്മുടെ മുഖത്തിന് നല്ല തേജസ്സുണ്ട്. ആ യോഗത്തിൽ നിന്നും പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി വീട്ടിൽ വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം വീണ്ടും വാടി. എന്തുകൊണ്ടാണ് മുഖം വാടുന്നത്? എന്തുകൊണ്ടാണ്? ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ മുഖത്ത് എന്തുകൊണ്ട് മ്ലാനത ഉണ്ടായി? രാജാവിൻ്റെ മുൻപിൽ ആരെങ്കിലും മുഖം വാടി ചെല്ലുമോ?
നമ്മൾ ഈ കേരളത്തിലുള്ളവർക്ക് പ്രത്യേക ഒരു സ്വഭാവമുണ്ട്, ഒരിക്കലും അവർ ചിരിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ആത്മാവിനോട് ഞാൻ പറയുക, അല്പം ഒന്ന് ചിരിച്ചെന്നും കൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനും എൻ്റെ അമ്മയും കൂടെ പല മണിക്കൂറുകൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് ഞങ്ങൾ രാത്രി 12, 2, 4 മണി വരെയൊക്കെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഏകദേശം കിടക്കുന്നോ വീണ്ടും പ്രാർത്ഥന നിർത്താറാകുമ്പം കർത്താവ് വന്ന് ഞങ്ങളെ കിടുകിടുകിടുകിടാന്ന് ചിരിപ്പിക്കും. കാണുന്നവർക്ക് തോന്നും ഇവർക്കെന്തോ ബുദ്ധിമന്ദതയാണ്. പക്ഷെ പല സന്ദർഭങ്ങളിലും കർത്താവ് വന്ന് അങ്ങനെ ചിരിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ, എന്നും ദുഃഖവും ഭാരവും വേദനയും കൊണ്ട് നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഇപ്പം എൻ്റെ സ്വന്തം മക്കൾ എൻ്റെ വീട്ടിൽ കടന്നു വരുമ്പം അവരുടെ മുഖം വാടിയിരുന്നാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? അവരുടെ മുഖം ചിരിച്ച് കാണാനാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം. അവരെന്തെങ്കിലും നമ്മൾ കൊടുക്കുന്നത് അത് വാങ്ങിച്ചത് സന്തോഷമായിട്ട് റിസീവ് ചെയ്യും, എനിക്കുണ്ടാകുന്ന സന്തോഷം വലുതാണ്. അതുപോലെ തന്നെയാണ് യേശുക്രിസ്തു നമുക്ക് ചെയ്യുന്ന നന്മകൾ വാങ്ങിച്ചിട്ട് നമ്മുടെ മുഖം എന്നും സന്തോഷമുള്ളതായിട്ട് മുഖപ്രസാദത്തോടു കൂടി ജീവിപ്പാൻ നമ്മളെ പഠിക്കണം. എന്നെ പറയുന്നത് എന്താണ്? ദൈവം പറയുന്നു, സ്വതന്ത്രമാക്കുന്നതും പരിപോഷിപ്പിക്കുന്നതുമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും. ദൈവം നമ്മളെ എന്നും ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് നടത്തുന്നതാണ്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അവനെ വിശുദ്ധിയിട്ട് നിറയ്ക്കുന്നു. അതുപോലെ തന്നെ സമൃദ്ധമായ ജീവൻ തരാൻ യോഹന്നാൻ 10:10 പറയുന്നു, ഞാൻ ജീവൻ തരുന്നു. എങ്ങനെയുള്ള ജീവൻ? സമൃദ്ധമായ ജീവൻ തരാനാണ് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. അപ്പം പരിശുദ്ധാത്മാവ് എൻ്റെ ശരീരമാകുന്ന മന്ദിരത്തിൽ വസിക്കുന്നു എങ്കിൽ ഇത് താനേ ഈ ജീവനുള്ളതും പ്രയോജനമുള്ളതും അനുഗ്രഹിക്കപ്പെട്ടതും സ്വാതന്ത്ര്യമായതും നന്മയായതും വിശുദ്ധമായതുമായ പ്രവൃത്തികൾ നമ്മളിൽ നിന്ന് പുറത്തു വരാതിരിക്കത്തില്ല. എന്നാൽ ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ്, മറ്റു സൈഡ്, ദൈവത്തിൻ്റെ ആത്മാവില്ലാതെ റോങ് മോട്ടീവിൽ, അതായത് ദുഷ്ടത കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ എടുക്കാം, സെക്ഷൽ ഡിസയർ, ആരോടെങ്കിലും പ്രത്യേകമായിട്ട് ആവശ്യമില്ലാത്ത ഒരു സ്നേഹം തോന്നിക്കുക ദൈവത്തിൻ്റെ ഹിതത്തിന് എതിരായിട്ട്, അത് സെക്ഷൽ ഡിസയറാണ്. അതെന്ത് സംഭവിക്കും? അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, റോങ് ഡിസയർ വരുമ്പോൾ അത് നമ്മൾ ചെയ്യുമ്പം അത് ഈവിളാണ്, ഡിസ്ട്രക്റ്റീവാണ്, അത് ഈസി ടു ഇഗ്നൈറ്റ് ആൻഡ് ഡിഫിക്കൽട്ട് ടു സ്ട്രൈഫുൾ, സെൽഫ് സെൻറ്റേർഡ് ആണ്, ഒപ്രസീവ് ആൻഡ് പൊസസീവ് ആണ്, ഡിക്കാഡൻറ്റ്, സിൻഫുൾ ആൻഡ് ഡെഡ്ലി. മലയാളം പറയുന്നത് ദൈവത്തിന് ഹിതമല്ലാത്ത അഴുക്ക് ചിന്തകളാണ് നമ്മളിൽ വരുന്നത്. അത് പാപകരമാണ്, നാശകരമാണ്, കത്താൻ പ്രയാസമുള്ളതാണ്. കെടുത്താൻ എന്നാൽ പ്രയാസമുള്ളതാണ്. കത്താൻ എളുപ്പം, അഴുക്ക് ചിന്തകൾ എളുപ്പം വരും, പ്രയാസം എന്നുള്ളതല്ല. കത്താൻ എളുപ്പമുള്ളതും എന്നാൽ കെടുത്താൻ പ്രയാസം. എന്തെങ്കിലും ഈ ഇമ്മൊറാലിറ്റി, അഴുക്ക് ചിന്തകൾ വരുന്നത് പെട്ടെന്ന് കത്തും, അത് കിടത്തില്ല, പിന്നെ അതങ്ങ് നശിപ്പിക്കുന്ന ഒരു സ്റ്റേജിലോട്ട് മാറും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം, ചിന്തകൾ വരുന്നത് ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്നാണോ അല്ലയോ എന്നറിയാൻ. പിന്നെ അതുപോലെ തന്നെ അടിച്ചമർത്തുന്നതായിരിക്കും, അതുപോലെ ധാർമ്മികമായി നമ്മളെ നശിപ്പിക്കുന്നതായിരിക്കും, മരണകരമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിറഞ്ഞു നിന്ന് ദൈവത്തിൻ്റെ ശരീരമായിട്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിൻ്റെ ശരീരമായിട്ട് നമ്മുടെ ശരീരത്തെ കാണണം. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമായിട്ട് നമ്മളെ കാണുമ്പോൾ ദൈവം ചെയ്യാൻ പോകുന്നത് സോങ് ഓഫ് സോങ്സിൽ പറയുന്ന 2:4, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്നു, എൻ്റെ മീതെ അവൻ പിടിച്ചിരിക്കുന്ന കൊടി സ്നേഹമാകുന്നു, സ്നേഹത്തിൻ്റെ കൊടി ഇതാ ഉയർത്തിയിരിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുമ്പോൾ നമ്മൾ പാപം ചെയ്താൽ ദൈവത്തിൻ്റെ റിപ്പൻറ്റൻസ് അല്ലെ ഗോഡ്ലി സോറോ, അനുതാപ ഹൃദയമുണ്ടായിട്ട് നമുക്ക് മാനസാന്തരം വരും, അത് രക്ഷയ്ക്കായിട്ട് അനുഭവപ്പെടും. എന്നാൽ ലോകത്തിൻ്റെ ദുഃഖം വരുന്നതോ അത് മരണത്തിനായിട്ട് മാറും. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്ന് മനസ്സിലാക്കി അതിനുചിതമായ വിധത്തിൽ ചിന്തകൾ കൊണ്ടുവന്ന് ജീവിക്കാൻ നമ്മൾ പഠിക്കണം. ഒരു ഭാഗം ഞാൻ വായിക്കുകയാണ്. കം അവേ മൈ ബിലവഡ്, ഫ്രാൻസിസ് റോബർട്ട്സ് എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുള്ളതാണ്. ദൈവം നമ്മളോട് പറയുകയാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ച്. ഇറ്റ്സ് മൈ ലൈഫ് ദാറ്റ് ഐ ആം ഗിവിങ് യു, ഇറ്റ്സ് നോട്ട് ആൻ ഇമോഷൻ, ഇറ്റ് ഈസ് നോട്ട് എ വെർച്യു, ദോ ദിസ് മേ ഫോളോ സബ്സിക്വൻ്റ്ലി. ഇറ്റ് ഈസ് മൈ സെൽഫ്, ഡിവൈൻ ഗ്രേസ്, heavenly love, infinite mercy, fathomless peace. All these shall spring forth, unbeckoned and irrepressible, out of the deeps within thee, because my spirit has taken residence there. If there be dryness within thy soul, and you have not this life flowing forth, you need not grieve, neither chide thyself for being empty. Fill up the empty place with praise. Thou mayst be praised, open to me the gates of the temple of thy soul.
The king shall enter and bring his glory. The rose of Sharon shall bloom in thy heart, and his fragrance shall be shed abroad. എന്താ ഇതിനകത്ത് അർത്ഥം? ദൈവത്തിൻ്റെ വിശുദ്ധ കൃപ, സ്വർഗീയ സ്നേഹം, ആത്മീയമായ അതിരില്ലാത്ത കരുണ, അളവില്ലാത്ത സമാധാനം, ഇവയെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുക. നമ്മൾ റോസ് ഓഫ് പനിനീർ പുഷ്പം പോലെ മനോഹരമായ ദൈവത്തിൻ്റെ സൗരഭ്യവാസനയുള്ള പാത്രങ്ങളാക്കി ഇന്നു മുതൽ ആകട്ടെ. സ്നേഹവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ ദൈവമേ, ഞങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും ദൈവമാണ് ഞങ്ങളിൽ വസിക്കുന്നതെന്നും അങ്ങനെ ദൈവമാണ് ഞങ്ങളിൽ വസിക്കുന്നതെങ്കിൽ നന്മയായതും അനുഗ്രഹമായതും ശാശ്വതമായതും ദൈവമേ സ്വാതന്ത്ര്യമായതും എല്ലാം ദൈവം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ മഹത്വത്തെ കാണിച്ച് അനുഗ്രഹത്തിൻ്റെ ഒരു വാതിലിനെ തുറന്നു തന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ശരീരത്തിൽ ദൈവഹിതത്തിന് എതിരായിട്ട് ഏതെങ്കിലും ചിന്തകൾ കടന്നു വരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളതിനാൽ ആ നിമിഷം തന്നെ തീ കത്തിച്ച് അവയെ കരിച്ചു കളയണമേ. ഒരു അഴുക്ക് ചിന്തകൾ പോലും ഞങ്ങളിൽ കിളിർത്തു വന്ന് ചെടിയാകാനോ പൂവാകാനോ ഇന്നു മുതൽ അനുവദിക്കരുതേ. നാഥ, ഞങ്ങളാകുന്ന മൺപാത്രത്തിനകത്ത് അവിടുന്ന് വന്ന് വസിക്കാമെന്നും അത് വസിക്കുന്ന ഞങ്ങൾക്ക് ഏറ്റവും മഹത്തരമായ പദവിയാണെന്നും ഞങ്ങളുടെ വില സ്വർഗത്തിൽ വിലപ്പെട്ടതാണെന്നും മനസ്സിലാക്കി തരുന്നതിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥനാണ് ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടതേ എങ്കിൽ എന്നും വചനം വായിച്ച് അവിടുന്ന് പറയുന്ന സത്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വിശ്വസിച്ച് അതനുസരിച്ച് ജീവിച്ച് അനുഗ്രഹ ജീവിതം പ്രാപിച്ചെടുപ്പാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. കർത്താവേ, നിൻ്റെ മഹാശക്തി, ഈ അത്യന്തം മഹാശക്തി മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിട്ട് ഞങ്ങളെ നശിപ്പിക്കാതെ കൊണ്ട് നടന്ന് അനേകർക്ക് വെളിച്ചമായിട്ടും നന്മയായിട്ടും വിളക്കായിട്ടും മാറ്റിയതിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ എടുത്ത് ഉപയോഗിച്ചാട്ട് കർത്താവെ അനേകർക്ക് വെളിച്ചമായിട്ട് ഈ വചനം കടന്നു വന്നിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഹൃദയത്തിനകത്ത് തീയെന്ന് കത്തിച്ചത് കെടാത്ത തീയാകിയാൽ ഞാൻ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത് കത്തി തന്നെ നിൽക്കട്ടെ, അനേകർക്ക് പകർന്നു കൊടുക്കട്ടെ. ദേശം ദേശമായിട്ട് കുടുംബം കുടുംബമായിട്ട് ക്രിസ്തുവിന് വേണ്ടിയുള്ളവരായി മാറട്ടെ. അപ്പച്ച നാഥൻ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കുന്ന കുടുംബങ്ങളെ വാർത്തെടുക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇത് ഞങ്ങൾക്ക് തന്നെയല്ല, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ തലമുറകൾക്ക് ഇത് ഐശ്വര്യവും അനുഗ്രഹവുമായ വചനമാക്കി മാറ്റിയതിന് നന്ദിയോടെ സ്തോത്രം. പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നു നാമത്തിൽ തന്നെ ആമേൻ.